ഹലോ ഫ്രണ്ട്സ്, കാറ്റത്തെ കിളിക്കൂടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നിധിയാണെങ്കിൽ ഇനി അവിടെ താമസിച്ചാൽ ശരിയാവില്ല എന്ന് പറഞ്ഞാൽ കൂട്ടുകാരി താമസിക്കുന്ന അതേ ഹോസ്റ്റലിലേക്ക് ഒരു റൂമൊക്കെ അന്വേഷിച്ച് അഡ്വാൻസും ഒക്കെ കൊടുത്തിട്ട് നേരെ ഗാർഡിയൻ്റെ ഒരു ഒപ്പ് വേണമല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ സുമേഷ് ജോലി ചെയ്യുന്ന അതേ സ്ഥലത്ത് വരുവാണ്. അവിടെ വരുമ്പോൾ അദ്ദേഹം അവിടെ നല്ല തിരക്കിലായതുകൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കാണാതെ മാറി നിൽക്കുക കേട്ടോ. പക്ഷേ അവിടെ കൂടെ നിൽക്കുന്ന ഭാര്യ പറയുന്നുണ്ട്, ഇതാരാ, മാഡം ആണോ? എന്താ ഇവിടെ മാറി നിൽക്കുന്നത്? അപ്പോൾ തന്നെ നമ്മുടെ സുമേഷ് അത് കാണുക കേട്ടോ. അങ്ങനെ സുമേഷ് ഇങ്ങോട്ട് വന്നിട്ട് എന്താ മോളേയും ചോദിക്കുക. അത് ഏട്ടാ, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. എന്ത് വേണമെന്ന് വെച്ചാൽ പറഞ്ഞു. അല്ല മോളെ, ഞാനൊരു കാര്യം പറയട്ടെ. ഇന്നലെ നടന്ന സംഭവം അത് അങ്ങനെയൊക്കെ പറ്റിപ്പോയി, പ്രതീക്ഷിച്ചില്ല. ഞങ്ങളോട് ക്ഷമിക്കുമോ മോളെ എന്ന് പറയാം. അപ്പോൾ നിധി പറഞ്ഞിട്ട്, ഇത് എത്ര പ്രാവശ്യമായി സുമേഷ് ഏട്ടൻ ഇങ്ങനെ സോറി പറയുന്നു. അതിന് നിങ്ങളാരും എന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, അതങ്ങ് വിട്ട് കളഞ്ഞേരെ. ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഓർക്കണ്ട. ഒരു മിനിറ്റ് മോളെ എന്ന് പറയാട്ടോ. എന്നിട്ട് ഉടനെ നമ്മുടെ നിധിയാണെങ്കിൽ പറയുന്നുണ്ട്, ഏട്ടാ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ഇനി അവിടെ താമസിക്കുന്നത് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു ഹോസ്റ്റലിലേക്ക് മാറാൻ തീരുമാനിച്ചു. അയ്യോ മോളെ, അങ്ങനെയൊന്നും ചിന്തിക്കില്ലേ. അങ്ങനെ ഒരു എതിർപ്പും പറയല്ലേ ഏട്ടാ. കാരണം അറിയാമല്ലോ, എനിക്കിനി അവിടെ തുടർന്ന് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന കൂട്ടുകാരി, അവൾ ഹോസ്റ്റലിൽ നിന്ന് ജോലി ചെയ്യുന്നത്, അവൾ നിൽക്കുന്ന അതേ ഹോസ്റ്റലിൽ തന്നെ ഞാൻ റൂമൊക്കെ പോയി കണ്ടിരുന്നു. എനിക്കത് ഇഷ്ടമാവുകയും ചെയ്തു. ഞാൻ അഡ്വാൻസ് കൊടുത്തിട്ടാണ് വരുന്നത്. പിന്നെ സുമേഷ് ഏട്ടനും അങ്ങോട്ട് വന്ന് എനിക്ക് വേണ്ടി ഒരു ഗാർഡിയൻ്റെ ഒരു ഒപ്പും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ പറയാൻ വന്നതാണ്. മോളെ ഒരു മിനിറ്റ്, ഞാൻ ദേ വരുന്നു എന്നും പറഞ്ഞൊരു ഒറ്റ ഓട്ടം ഓടും കേട്ടോ. കാരണം നമ്മുടെ സുമേഷിന് അങ്ങ് സഹിക്കാൻ പറ്റാണ്ടായിപ്പോയി. നിധിയുടെ മുന്നിൽ നിന്ന് എങ്ങനെയാണ് കരയുക. അങ്ങനെ മാറി നിന്ന് ഒരുപാട് പൊട്ടിക്കരയാണ് കേട്ടോ. എന്നിട്ട് കണ്ണ് തുടച്ചിട്ട് തിരിച്ച് വന്നിട്ട്, മോക്കതാണോ ഇഷ്ടം? അതെ, എനിക്ക് മാറണമെന്ന് തന്നെയാണ് തീരുമാനം. ഇനി മോളുടെ ഇഷ്ടം അതാണെങ്കിൽ ഞാൻ എതിർപ്പൊന്നും പറയുന്നില്ല. എതിർപ്പ് പറയരുത്. നിങ്ങൾ എല്ലാവരും എതിർപ്പ് പറഞ്ഞാൽ എനിക്കത് വിഷമാവും. ഇനി ഞാൻ അവിടെ തുടർന്നാൽ ശരിയാവത്തില്ല. അതുകൊണ്ടാണ്. ശരി, മോളുടെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. പിന്നെ ഇന്ന് തന്നെ ഞാൻ അങ്ങോട്ട് മാറും. വൈകുന്നേരം സാധനങ്ങളൊക്കെ എനിക്ക് പറക്കിക്കൊണ്ട് പോകണം. അതിനു മുമ്പായിട്ട് ഏട്ടൻ എൻ്റെ കൂടെ വരണം. ശരി, അതിനെന്താ മോളെ, ഞാൻ വരാം. അങ്ങനെ നിധിയെയും കൂട്ടി സുമേഷ് നേരെ ആ ഹോസ്റ്റലിലേക്ക് ചെല്ലാണ്. അവിടെ ചെല്ലുമ്പോൾ കൂട്ടുകാരി കാത്തു നിൽപ്പുണ്ട്. ആനയിച്ചകത്തേക്ക് കൊണ്ടുപോകാൻ കേട്ടോ. ഇതാണ് സുമേഷ് ഏട്ടൻ, എൻ്റെ ബ്രദറാണെന്ന് പറയാനിട്ട്. വാർഡൻ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ആരാ? കുട്ടി എൻ്റെ സിസ്റ്ററാണ്, ഞാൻ ഏട്ടനാണ്. ശരി, എന്നാൽ എന്തെങ്കിലും രേഖകളുണ്ടെങ്കിൽ തന്നു. അപ്പോഴാണ് ആധാർ കാർഡ് എടുത്ത് കൊടുത്തിട്ട് ഒരു ഫോം ഫില്ല് ചെയ്യാൻ കൊടുക്കുന്നുണ്ട് സുമേഷിൻ്റെ കയ്യിൽ. സുമേഷ് അത് വാങ്ങി ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക. മലയാളത്തിൽ ചെയ്താൽ മതിയെന്ന് ചോദിക്കുന്നുണ്ട് അവർ. മലയാളത്തിൽ തന്നെ ചെയ്താൽ മതി എന്ന് പറയുക. അങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അത് കഴിഞ്ഞ് നിധിയോട് ചോദിക്കുന്നുണ്ട്, മോളെ നീ റൂമൊക്കെ കണ്ടിരുന്നോ? പിന്നെ ബാത്റൂമും കാര്യങ്ങളും എല്ലാം നോക്കിയോ? അതെല്ലാം നോക്കി, കുഴപ്പമില്ല. പിന്നെ ഹോസ്റ്റലല്ലേ, എത്രത്തോളം ആവും, നമുക്ക് അത്രയും പ്രതീക്ഷിച്ചാൽ മതിയല്ലോ. സാരമില്ല മോള്, എൻ്റെ വീട്ടിൽ കഴിഞ്ഞപ്പോൾ തന്നെ എന്തോരം അഡ്ജസ്റ്റ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ എവിടെയും നീ അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയാം. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താണോ ഞാൻ അവിടെ കഴിഞ്ഞത്? അല്ലല്ലോ, വളരെ സന്തോഷത്തോടുകൂടിയല്ല അങ്ങനെ അവിടെ കഴിഞ്ഞത്. അതുകൊണ്ട് അതൊന്നും കുഴപ്പമില്ല. ഇനിയിപ്പോൾ അന്ന് ആലോചിക്കേണ്ട സുമേഷ് ഏട്ടാ. ശരി, ഞാൻ എന്തായാലും വൈകിട്ട് അങ്ങോട്ട് വരും ഓഫീസും കഴിഞ്ഞിട്ട്. കാരണം എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇന്ന് തന്നെ എടുക്കണമല്ലോ. ശരി, ആയിക്കോട്ടെ മോളെ. അങ്ങനെ നമ്മുടെ സുമേഷ് ആകെ വിഷമത്തിലായി കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് അന്ന് രാത്രി ആകുമ്പോൾ നമ്മുടെ സുധീഷിനെയും കൊണ്ട് ഹരീഷ് വരുന്നുണ്ട്. ഹരീഷിൻ്റെ വർക്ക്ഷോപ്പിൽ ചെന്ന് കുറേ കരഞ്ഞ് പറഞ്ഞതാണല്ലോ. അങ്ങനെ അവർ രണ്ടുപേരും കൂടെയാണ് ഒരുമിച്ച് വരുന്നത്. അച്ഛൻ അവിടെ ഉമ്മറത്തിരിപ്പുണ്ട്. അകത്ത് കയറി വരുമ്പോൾ തന്നെ നമ്മുടെ സുമേഷിനെ വല്ലാത്തൊരു വിഷമത്തിലൊക്കെ ഇരിക്കുമ്പോൾ, ഏട്ടാ ഞാൻ ചെയ്ത് തെറ്റായി പോയി എന്നല്ല ഇങ്ങനെ എല്ലാവരോടും പോയി പറയാട്ടോ സുധീഷ്. ഇനി ഒറ്റ അക്ഷരം മിണ്ടിപ്പോകരുത്, നീ മിണ്ടാതിരുന്നോ. അപ്പോൾ തന്നെ നമ്മുടെ ഇളയ ആൾ നിതീഷ് എന്ന് പറയാം, മതി നിർത്തിക്കോ, എല്ലാം തകർത്ത് വച്ചിട്ട് ഈ വന്നിരിക്കുന്നു ക്ഷമ പറയാൻ വേണ്ടിയിട്ട്. എടാ സോറി പറഞ്ഞില്ലേ, ഞാൻ എത്ര തവണ പറഞ്ഞതാ. ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം? ദേ ഇവിടുന്ന് ഒരാൾ ഇറങ്ങി പോകാൻ പോകുന്നു. ആര്? ആ ഏട്ടത്തി തന്നെ. അയ്യോ നിധിയോ? നിധി എന്തിനാ പോകുന്നത്? കാട്ടിക്കൂട്ടുമ്പോൾ ഓർക്കണമായിരുന്നു. കള്ളിൻ്റെ ഒരു ഇത് എന്തൊക്കെയായിരുന്നു ഇന്നലെ ഇവിടെ കാണിച്ചു കൂട്ടിയത്. അതും ഒരു പെൺകുട്ടിയോട് ചെയ്യാൻ പാടില്ലാത്തതൊക്കെ ചെയ്യുന്നു. നാണം ഉണ്ടോ നിങ്ങൾക്ക്? എന്നിട്ട് ഇപ്പം വന്ന് മാപ്പും സോറിയും ഒക്കെ പറയാൻ നിൽക്കുന്നു എന്നും പറഞ്ഞ് ഇവരെല്ലാവരും കൂടെ വീണ്ടും നമ്മുടെ സുധീഷിനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. അപ്പോഴാണ് നിധി ബാഗൊക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് കേട്ടോ. ഇതും കൂടെ കാണുമ്പോൾ നമ്മുടെ സുധീഷിൻ്റെ കൺട്രോള് പോയി. സുമേഷ് പറഞ്ഞിട്ടുണ്ട്, നീ എന്തിനാ അടങ്ങിയിരിക്കുക, അവൾക്ക് പോകണമെങ്കിൽ പൊക്കോട്ടെ, എനിക്ക് പോയേ പറ്റൂ, നിങ്ങളാരും ദേവി തന്നെ തടസ്സപ്പെടുത്തരുത്. പിന്നെ ഹരീഷും നിതീഷും ഒക്കെ പോയി സങ്കടപ്പെട്ട് പറയാട്ടോ,
നിങ്ങളിങ്ങനെ വിഷമിച്ച് പറഞ്ഞാൽ എനിക്ക് സങ്കടമാവും കേട്ടോ. അതുകൊണ്ട് നിങ്ങളാരും എന്നെ ഇനി ഇവിടെ പിടിച്ച് നിർത്താൻ വേണ്ടി നോക്കരുത്. എനിക്ക് പോയേ പറ്റത്തുള്ളൂ. അപ്പം സുധീഷ് അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട്, നിധി, ഞാൻ ഇന്നലെ രാത്രി ചെയ്യാൻ പാടില്ലാത്ത തെറ്റ് തന്നെയാണ്, അറിയാണ്ട് പറ്റിപ്പോയി. പക്ഷേ നീ എന്തിനാ അതിന് വേണ്ടി ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്? ഇവിടെ തെറ്റ് ചെയ്തത് ഞാനാണ് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ടത്. ഞാൻ പൊക്കോളാം, നീ ഇവിടെ നിന്നോ. മിണ്ടാതിരുന്നോളാം. നിങ്ങൾ എന്നോട് സംസാരിക്കരുത്. നിങ്ങളോട് ഞാനും ഒന്നും സംസാരിക്കാനായിട്ട് വന്നിട്ടില്ല. നിധി, പ്ലീസ് നിധി, പോവരുത്. ഞാൻ നിൻ്റെ കാല് പിടിക്കാമെന്നും പറഞ്ഞ് ആ കാലിലോട്ട് വീണിട്ട് ആ ബാഗിനെയൊക്കെ പിടിച്ചിങ്ങോട്ട് വാങ്ങുന്നുണ്ട്. മര്യാദയ്ക്ക് ബാഗ് ഇങ്ങോട്ട് തന്നോ. എൻ്റെ ബാഗിലൊന്നും തൊട്ട് പോകരുത്. നിങ്ങളോടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ കാര്യത്തിൽ ഇടപെട്ട് പോകരുതെന്ന്. അപ്പോൾ സുമേഷ് പറഞ്ഞു, നീ എന്തിനാ അവളുടെ ബാഗൊക്കെ പിടിച്ച് വാങ്ങുന്നത്? വിട്ടുകൊടുത്തേക്ക്. അവൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ പൊക്കോട്ടെ. ഒരാരെയും നമുക്കിവിടെ പിടിച്ച് നിർത്താനൊന്നും പറ്റില്ല. അവൾക്ക് നമ്മളോടുള്ള വിശ്വാസം പോയി, അതുകൊണ്ട് അവളോട് നിൽക്കുന്നില്ല, അത്രയേ ഉള്ളൂ. ഇനി നീ കിടന്ന് സംസാരിച്ചിട്ട് കാര്യമില്ല. നിധി പൊക്കോട്ടെ. നിധി, ഞാൻ വരാം, ഞാനും കൂടി നിന്നെ കൊണ്ട് ഹോസ്റ്റലിലാക്കാം. ഇത്രയും ഇരുട്ടിയില്ലേ, നമുക്കൊരു ഓട്ടോ പിടിച്ച് പോവാം. ശരി, അപ്പോൾ എല്ലാവരോടും യാത്ര ചോദിച്ചിട്ട് ഇറങ്ങാം. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അച്ഛൻ അവിടെ നിൽപ്പുണ്ട്. അച്ഛന് നല്ല വിഷമമുണ്ട്. അച്ഛൻ്റെ അടുത്ത് മൂത്ത് നോക്കിയിട്ട് ഞാൻ പോവാം. ശരി, പോയിട്ട് വാ മോളെ എന്ന് പറയാം. അങ്ങനെ ഒരു ഓട്ടോയിൽ നമ്മുടെ സുമേഷ് നിധീനെയും കൊണ്ട് പോവാണ് കേട്ടോ. ഓട്ടോയിൽ ഇരിക്കുമ്പോൾ തന്നെ ഭയങ്കര സങ്കടമാവുന്നുണ്ട് അവിടെ സുമേഷിന്. കാരണം നിധി പെട്ടെന്ന് ഇങ്ങനെ പോയി വീട്ടിൽ. എന്നിട്ട് പഴയ കാര്യങ്ങളൊക്കെ ഓട്ടോയ്ക്കകത്തിരുന്ന് ഓർത്തെടുക്കുകയാണ്. വീട്ടിൽ നടന്ന സംഭവങ്ങളും സുധീഷായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ അതൊക്കെ ഓർത്ത് അയാൾക്ക് വല്ലാതൊരു മാനസിക വിഷമമുണ്ട്. നിധിക്കും വിഷമമുണ്ട്. നിധി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. കാരണം മുഖത്ത് നോക്കിപ്പോയാൽ അവരുടെ സങ്കടം കാണും. കണ്ടു കഴിഞ്ഞാൽ നിധിയുടെ കൺട്രോൾ പോകും. പിന്നെ പോണ്ടാന്ന് വെക്കേണ്ടി വരും. അതുകൊണ്ടാണ് നിധി ആരുടെ മുഖത്ത് നോക്കാണ്ട് മൈൻഡ് ചെയ്യാതെ നിൽക്കുന്നത്. അങ്ങനെ അവർ നേരെ ഹോസ്റ്റലിലേക്ക് പോവാട്ടോ. ഇവിടെ നമ്മുടെ സുധീഷിനാകെ കൺട്രോൾ തെറ്റിയിട്ട് അച്ഛന് അടുത്തേക്ക് ചെല്ലാണ്. എടോ, താൻ ഒറ്റ ഒരാൾ കാരണമാണ് ഇപ്പോൾ ഈ സംഭവം ഇവിടെ നടന്നത്. ഞാൻ എന്ത് ചെയ്യുന്നു? എടാ, നിന്നോട് ഞാൻ എന്താ പറഞ്ഞത്? അവളെ നിൻ്റെ ഭാര്യയായിട്ട് നീ കാണണം, സ്നേഹിക്കണം, അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നീ ചെയ്യണമെന്ന്. ചാടി തുമ്മിച്ച് കള്ളും കുടിച്ച് ഒരു പെണ്ണിൻ്റെ റൂമിലേക്ക് ഇങ്ങനെയാണോ കയറി ചെല്ലേണ്ടത്? ഒരു പെൺകുട്ടിയുടെ സ്നേഹം കിട്ടണമെങ്കിൽ ആദ്യം അവളുടെ മനസ്സ് മനസ്സിലാക്കണം. അതൊന്നും നിനക്ക് അറിയാണ്ട് എടുത്ത് ചാടിയിട്ട് ഇപ്പം അച്ഛനാണോ കുറ്റം? നിങ്ങൾ ഒറ്റ ഒരാൾ തന്നെയാണ്. മനസ്സ് തകർന്നിരിക്കുന്ന എൻ്റെ മേൽ വീണ്ടും വീണ്ടും ഓരോന്ന് പറഞ്ഞ് എന്നെ എരികേറ്റി ഓരോന്ന് ഇളക്കി വിട്ടിട്ട് ഇപ്പോൾ നല്ല പിള്ള ചമയുന്നോ? നിങ്ങളെ ഞാൻ കൊല്ലും എന്നും പറഞ്ഞ് അവിടെ കിടന്ന് വലിയൊരു വടി എടുത്തുകൊണ്ട് വന്ന് അച്ഛൻ്റെ തലക്കടിക്കാനായിട്ട് പോവാണ്. അങ്ങനെ ഹരീഷ് അത് കണ്ടിട്ട് ഓടി വന്ന് പിടിച്ചു മാറ്റുക കേട്ടോ. എന്തൊക്കെയായി നിങ്ങൾ ഈ കാണിക്കുന്നത്? നിങ്ങൾക്ക് വട്ടായോ? എനിക്ക് ഇയാളെ ഇവിടെ കൊന്നാലേ ഇവിടെ വീട് നന്നാവുള്ളൂ. സമാധാനമായല്ലോ അല്ലേ അവളിവിടെ ഉണ്ടായിരുന്നപ്പോൾ? എന്ത് രസമായിരുന്നു. അവൾ എത്ര ദിവസം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഒന്നുമില്ലെങ്കിലും അവൾ ഈ വീട്ടിലുണ്ടല്ലോ, അങ്ങനെ ഒരു സമാധാനം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ എല്ലാം പോയടാ, എല്ലാം കൈവിട്ട് പോയി. എൻ്റെ ഭാര്യ, എനിക്ക് അങ്ങനെ ഒരു ഇത് ജീവിക്കാൻ പറ്റിയില്ലെങ്കിലും അവൾ എൻ്റെ ഭാര്യയായിട്ട് ഇവിടെ ഇരിക്കുമായിരുന്നല്ലോ. എല്ലാം പോയി. ഞാനായിട്ട് എല്ലാം വരുത്തി വെച്ചു. ഈശ്വര, എല്ലാം എൻ്റെ ജീവിതവും ഒക്കെ പോയില്ലേ, എല്ലാം പോയി. ഇനി ഞാൻ എന്തിന് ജീവിച്ചിരിക്കണം എന്നും പറഞ്ഞ് സുധീഷ് അവിടെ ഇരുന്നങ്ങോട്ട് പൊട്ടി കരയാൻ തുടങ്ങിയിട്ടോ. അവസാനം ഹരീഷിനത് കണ്ടിട്ട് വല്ലാത്തൊരു മാനസിക വിഷമമൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ ഹരീഷ് വന്നിട്ട്, ഏട്ടാ, നീ ഇങ്ങോട്ട് അകത്തേക്ക് കയറി വാന്ന് വിളിക്കുക. വിടടാ, എന്നെ വിട്, തൊട്ട് പോകരുത് എൻ്റെ ദേഹത്ത്. അങ്ങനെയൊക്കെ പറഞ്ഞാൽ പറ്റുമോ? നിങ്ങളോടല്ലേ പറഞ്ഞ് ഞാൻ അകത്തേക്ക് കയറി വരാനായിട്ട്? ഇങ്ങോട്ട് വാടോ, പറഞ്ഞ അനുസരിക്കത്തില്ലേ? നമുക്കതൊക്കെ ശരിയാക്കാം, കയറി വാ. അങ്ങനെ സുമേഷ് ഇവരെ കൊണ്ടുവിട്ടിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴാണ് സുധീഷിൻ്റെ പരാക്രമങ്ങളെല്ലാം അറിയുന്നത് കേട്ടോ. സുധീഷ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ആ സ്നേഹം കൊണ്ടാണെന്നുള്ളത് നിധിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. അപ്പോൾ തന്നെ സുമേഷ് പറഞ്ഞിട്ടുണ്ട്, അവളിവിടെ നിൽക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ ആവശ്യമായിരുന്നല്ലേ, പക്ഷെ അവൾക്കത് ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. അവൾക്ക് ജസ്റ്റ് ഒരു കയറി കിടക്കാനൊരു സ്ഥലം, ജോലിക്ക് പോകാനായിട്ട് ജസ്റ്റ് ഒരു പ്രൊട്ടക്ഷൻ വേണം, അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു പ്രൊട്ടക്ഷൻ അവൾക്ക് ഇവിടുന്ന് കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവൾ പോയി, അത്രയേ ഉള്ളൂ. അല്ലാതെ നമ്മൾ സ്നേഹിച്ചതുപോലെ അവൾ നമ്മളെ സ്നേഹിക്കണമെന്നുണ്ടോ? ഇല്ലല്ലോ. സുധീഷേ, നീ അതുകൊണ്ട് സമാധാനപ്പെട്. അവളെന്തെങ്കിലും മനസ്സിലാക്കി തിരിച്ച് വരുന്നെങ്കിൽ വരട്ടെ. അല്ലാതെ നീ ഇനി ഇതിൻ്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാനോ പുറകെ നടക്കാനോ അവളെ ചീറ്റ് ചെയ്യാനോ ഒന്നും പോകരുത്. നീ കുറച്ചൊക്കെ അറിഞ്ഞും കണ്ടും പെരുമാറണമായിരുന്നു. എന്തെങ്കിലും കള്ളിൻ്റെ പുറത്ത് ഒരു പെൺകുട്ടിയോട് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവളെല്ലാം ക്ഷമിച്ച് തരുമെന്നാണോ നീ വിചാരിച്ച് വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സുധീഷിനെ കുറച്ച് സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ അവർക്ക് ആർക്കും താങ്ങാനാവാത്തതിൽ ഏറ്റവും വലിയ വിഷമമായിപ്പോൾ നിധി ഇറങ്ങിപ്പോയത്. അങ്ങനെ വലിയ വിഷമത്തിലായിട്ട് ആ കുടുംബം. ഇതാണ് ഇന്നത്തെ എപ്പിസോഡ്. ഡീറ്റെയിൽഡ് എപ്പിസോഡ് വീണ്ടും വരാൻ. ചാനൽ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്